കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അനുഗ്രഹീതമാകുന്ന ഒരു പ്രഭാതത്തിൽ നമുക്ക് ഉണർന്ന് സർവശക്തനായിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും ദൈവം ഒരുക്കിയ ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് മോണിമന്നായി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ന്യായവിധി എപ്പോൾ സംഭവിക്കും എന്നുള്ളതാണ്. അതിന് ആധാരമാക്കി ദൈവത്തിന്റെ വചനത്തിൽ നിന്നൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ നിന്നോടടുത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ടു, സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹീതമാകുന്ന ഒരു പ്രവചനമാണ് ഇനി പ്രഭാതത്തിൽ നമുക്ക് വായിക്കുവാൻ ഇടയായി തീർന്നത്. ദാനിയേൽ പ്രവചനമൊക്കെ അന്ത്യകാലത്തേക്കുള്ളതാണ്. അത് മുദ്രയിടപ്പെട്ട പുസ്തകമാണ്. എങ്കിലും അന്ത്യകാലത്ത് അക്ഷരം പ്രതി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ പ്രവാചകന്മാർ എഴുതിയ അക്ഷരങ്ങൾ ഇപ്പോൾ ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്റെ ദാസന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി ഇന്നത്തെ ഈ തലമുറയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്രകാരം വരുന്നതായ പ്രവചനങ്ങളെ നാം ഏറ്റെടുത്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ ഒരു വലിയ ന്യായവിധിയിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയും. ഒരു ന്യായവിധി ആരംഭിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് എന്തിനും ഒരു ന്യായവിധിയുണ്ട്. എവിടെയാണ് ന്യായവിധി ആരംഭിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവഗൃഹത്തിൽ ന്യായവിധി ആരംഭിക്കുന്നു. എന്താണ്? പ്രമാണത്തിൽ വ്യതിചലിച്ചുകൊണ്ട് പ്രമാണം വിട്ടൊരു ജീവിതം നടത്തുമ്പോൾ, നയിക്കുമ്പോൾ, അത് ഭവനമാണെങ്കിലും അത് ദേശമാണെങ്കിലും പട്ടണമാണെങ്കിലും അത് രാജ്യമാണെങ്കിലും അവിടെ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുവാനിടയായിത്തീരും. 1033 ലോകത്തിൽ എല്ലാവരും നോക്കിയിരുന്നതാണ് നമ്മുടെ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച്. കർത്താവിന്റെ വരവ് വരുമെന്നും പറഞ്ഞ് നോക്കിയിരുന്നവർക്ക് പലപ്പോഴും അവർക്ക് ഒരു നിരാശയായി പോയി. എന്നാൽ മത്തായിയുടെ സുവിശേഷം 24:36 പറയുന്നു, നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രൻ പോലും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അതിനൊരു തെളിവായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, എന്റെ വരവെങ്കിൽ ലോകാവസാനത്തെങ്കിൽ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധികൾ ഇതൊക്കെയും സംഭവിക്കും. രാജ്യം രാജ്യത്തോട് എതിർക്കും, അപ്പൻ മക്കളോട്, മക്കൾ അപ്പനോട് അങ്ങനെ എതിർക്കും. വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടും. ദ്രവ്യാഗ്രഹികളും ബിംബാരാധികളുമായി മാറും. അനേകരുടെയും ദൈവ തേജസ് അഥവാ ദൈവത്തിന്റെ കൃപ അവരിൽ നിന്ന് മാറുവാനിടയായി തീരും. അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവന് വേണ്ടി ഒരുക്കുന്നതായിരിക്കുന്ന ഒരു ജീവന്റെ കിരീടമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ നാളുകളിൽ നാം ഓടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ന്യായവിധി എപ്പോൾ സംഭവിക്കും? നമുക്കറിയാം നോഹയുടെ കാലത്ത് സംഭവിച്ചത്. നോഹ പ്രവാചകൻ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ വചനം അവിടെ അറിയിച്ചു. പ്രിയ ദൈവമക്കളെ, ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, തന്റെ ദാസന്മാർക്ക് മുൻകൂട്ടി പറയാതെ ഒരു ന്യായവിധിയും ഒരു ദോഷവും തന്റെ മക്കൾക്ക് ചെയ്യുകയില്ല. ഇതെല്ലാം മുൻകൂട്ടി ഇതിന്റെ ദാസന്മാരെ അറിയിക്കും. ദൈവത്തിന് സ്തോത്രം. നോഹയ്ക്ക് അതിനുപോലെ തന്നെ അറിയിച്ചു. ആ നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ചു. നോഹയോട് പറഞ്ഞ രീതിയിൽ ദൈവം പെട്ടകമുണ്ടാക്കി. അവർ തിന്നും കുടിച്ചും കഴിച്ചും വിവാഹത്തിന് കൊടുത്തും, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അങ്ങനെ നോഹയുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം മനുഷ്യപുത്രന്റെ കാലത്തും അങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നോഹ ന്യായവിധി വരുമെന്ന് പറഞ്ഞിട്ടും അവിടെ അനുസരിക്കാത്ത ചില കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ നോഹയും നോഹയുടെ കുടുംബവും പെട്ടകത്തിൽ കയറിയപ്പോൾ ആകാശത്തിന്റെ ഉറവയും ആഴിയുടെ ഉറവയും തുറന്നു. അവിടെ ദൈവത്തിന്റെ ന്യായവിധി ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. നാം ഒന്ന് മനസ്സിലാക്കണം, പാപം വഷളത്വം എവിടെ വരുന്നുവോ ദൈവത്തിന്റെ ന്യായവിധി അവിടെ ഇറങ്ങുവാനിടയായി തീരും. വളരെ സന്തോഷമായി ജീവിച്ചതായിരിക്കുന്ന ഒരു പട്ടണമായിരുന്നു നോഹയുടെ കാലത്ത് സംഭവിച്ചത്. ഉന്മൂലനാശം അവിടെ വരുവാൻ കാര്യം എന്തായിരുന്നു? അവിടെ എല്ലാ രീതിയിലും അവർ ആഘോഷമായി ജീവിച്ചുവെങ്കിലും ദൈവത്തിന്റെ പ്രമാണങ്ങളെ വിട്ട് അവർ പാപത്തിന്റെ പടുകുഴിയിലേക്ക് മാറുവാനിടയായത് കൊണ്ടാണ് ദൈവം ജലപ്രളയത്താൽ അനേകരെ നശിപ്പിച്ചു കളയുവാനിടയായി തീർന്നത്. അങ്ങനെ ലോത്തിന്റെ കാലത്തും അങ്ങനെ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ലോത്തിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ലോത്ത് താമസിച്ചതായിരിക്കുന്ന ആ പട്ടണം സോദോമിനെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോഴും അവിടെയും അബ്രഹാമിന് മുൻകൂട്ടി അരുളപ്പാട് ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദുഷ്ടന്മാരോട് കൂടെ നീതിമാനെയും സംഗ്രഹിക്കുമോ എന്ന് ചോദിച്ചു.
സംഹരിക്കുമോ എന്ന് ചോദിക്കുന്നതിന്റെ ഒരു അർത്ഥം എന്ന് ചോദിച്ചാൽ, അവിടെ ദുഷ്ടന്മാരുമുണ്ട്, അവിടെ നീതിമാന്മാരുമുണ്ട്. ദുഷ്ടന്മാർ കാരണം നീതിമാൻ ദൈവത്തിന് സ്തോത്രം അവിടെ മരിക്കുമോ എന്നാണ് അബ്രഹാം ചോദിച്ചത്. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, 50 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. വേണ്ട, 50-ൽ 5 പേർ കുറഞ്ഞ് 45 പേരുണ്ടെങ്കിൽ, പിന്നെ പറയുന്നു 40 പേരുണ്ടെങ്കിൽ, പിന്നെ പറയുന്നു 30 പേരുണ്ടെങ്കിൽ, 20, 10 ഇങ്ങനെ ഓരോ സംഖ്യകൾ കുറഞ്ഞു വന്നപ്പോഴും അവിടെ ദൈവത്തിന് സ്തോത്രം അബ്രഹാമിന് ചൂണ്ടിക്കാണിക്കുവാൻ ദൈവത്തിന് സ്തോത്രം ഒരു നീതിമാനെ പോലും കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം അങ്ങനെ സോദോം ഗോമോറ് ആ ലോത്ത് എന്ന പട്ടണത്തെ നശിപ്പിക്കുവാനിടയായി തീർന്നു. അവിടെ ലോത്തിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ദൈവത്തിന്റെ പ്രമാണപ്രകാരം അവനോട് ഓടുവാൻ പറഞ്ഞിട്ട് ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഇന്നും അവിടെ ഉപ്പുതൂണായി പോയി. ഇതിനെയൊക്കെ കൂട്ടി വായിച്ചാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവദാസന്മാരെ അറിയിക്കാതെ ഒരു ന്യായവിധിയും ഭൂമിയിൽ ഇറക്കുകയില്ല. മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം ഉണ്ടാകും. മലാക്കി പ്രവാചകൻ ദൈവത്തിന് സ്തോത്രം പാലസ്തീന്റെ തെരുവീതിയിൽ ദൈവത്തിന് സ്തോത്രം വിളിച്ചു പറഞ്ഞതായ ഒരു കാര്യമാണ്. അത് അനുസരിച്ചില്ല. ചൂള പോലെ കത്തുന്നതായ ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ ദൈവത്തിന് സ്തോത്രം അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കർത്താവിന്റെ 2ാമത്തെ വരവിൽ ദൈവത്തിന് സ്തോത്രം അവന് ന്യായാധിപനായിട്ട് വരുന്നുവെങ്കിലും അനേകരും ന്യായം വിധിക്കുവാനായിട്ട് വരുന്നു. കർത്താവിന്റെ വരവിന്റെ അടയാളം ദൈവത്തിന് സ്തോത്രം, അതാണ് ദൈവത്തിന്റെ വരവിന്റെ അടയാളം. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, മത്തായി 24-ന്റെ 1-11 പറയുന്നു, കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും അപ്പോൾ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം അവർ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ദൈവമക്കളെ കൊല്ലുകയും വെറുക്കു നിൽക്കുന്നവരെ കൊല്ലുവാൻ കടന്നു വരുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകും. വലിയ പീഡനങ്ങൾ ഉണ്ടാകും. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരെയൊക്കെ കൊന്നുകളയുവാൻ സാത്താൻ ഒരുങ്ങും. അവിടെ സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ വീണുപോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ വലിയൊരു ന്യായവിധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം ന്യായാധിപനായ കർത്താവ് വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം ന്യായം വിധിക്കുവാൻ വരുമ്പോൾ, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാത്ത സകലരെയും ദൈവത്തിന് സ്തോത്രം ദൈവം ന്യായം വിധിക്കുവാനിടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ ദൈവം സ്നേഹിക്കുന്നത് മുൻകൂട്ടി തന്റെ ദാസന്മാരിൽ കൂടെ അറിയിക്കാതെ ഭൂമിയിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആയതുകൊണ്ട് ആ ഒരു കർത്താവിന് 2ാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ അവന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകണമേ. കൃപയും കർത്താവേ മഹത്വവും ഞങ്ങളുടെ മേലുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ആഹാരം തന്ന്, ഞങ്ങൾക്ക് ആവശ്യമാകുന്ന പത്യോപദേശം തന്ന്, പ്രമാണത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിപ്പാൻ നിന്റെ വരവെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്നോടുകൂടി എടുക്കപ്പെടുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അല്പസമയം ഇത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ദൈവവചനം ധ്യാനിപ്പാൻ കൃപ തന്നല്ലോ. കേട്ട ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.